ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? എ. ജപ്പാൻ, ബി. ഇന്തോനേഷ്യ, സി. ഫിലിപ്പീൻസ്, ഡി. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഏത്? ഉത്തരം ബി. ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം ഇന്തോനേഷ്യയാണ്. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? എ. തെക്കേ അമേരിക്ക, ബി. ഓസ്ട്രേലിയ, സി. അന്റാർട്ടിക്ക, ഡി. ഇവയൊന്നുമല്ല. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? ഉത്തരം സി. അന്റാർട്ടിക്ക. ദക്ഷിണ ധ്രുവം ഏത് വൻകരയിലാണ്? ഉത്തരം സി. അന്റാർട്ടിക്ക. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? എ. ഇന്ത്യ, ബി. അമേരിക്ക, സി. ജപ്പാൻ, ഡി. കാനഡ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏത്? ഉത്തരം ഡി. കാനഡ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? എ. പ്രധാനമന്ത്രി, ബി. കേന്ദ്ര സർക്കാർ, സി. രാഷ്ട്രപതി, ഡി. ലോക്സഭാ സ്പീക്കർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ബി. കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? എ. 1993 ഒക്ടോബർ 12, ബി. 1995 ഒക്ടോബർ 12, സി. 1991 ഒക്ടോബർ 12, ഡി. 1998 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്ന്? ഉത്തരം എ. 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? എ. ആർട്ടിക്കിൾ 15, ബി. ആർട്ടിക്കിൾ 14, സി. ആർട്ടിക്കിൾ 13, ഡി. ആർട്ടിക്കിൾ 12. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഉത്തരം ബി. ആർട്ടിക്കിൾ 14. ഇന്ത്യൻ ഭരണഘടനയിൽ തുല്യതയുടെ അവകാശം ഉറപ്പു നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 14 പ്രകാരമാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? എ. ചുവപ്പ് നിറം, ബി. വെള്ള നിറം, സി. ഇരുണ്ട നിറം, ഡി. തവിട്ടു നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം സി. ഇരുണ്ട നിറം. ജൈവാംശം കൂടുതലുള്ള മണ്ണ് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? എ. നേപ്പാൾ ഹിമാലയം, ബി. കുമയൂൺ ഹിമാലയം, സി. ആസാം ഹിമാലയം, ഡി. പഞ്ചാബ് ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഹിമാലയ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബി. കുമയൂൺ ഹിമാലയം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? എ. പേപ്പാറ, ബി. പള്ളിവാസൽ, സി. ശബരിഗിരി, ഡി. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഡി. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം ഡി. ഇടുക്കി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ. ഇന്ദിരാഗാന്ധി, ബി. നരസിംഹ റാവു, സി. ജവഹർലാൽ നെഹ്റു,
ഡി നരേന്ദ്രമോദി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം സി. ജവഹർലാൽ നെഹ്റു. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു? എ. ചാന്നാർ ലഹള, ബി. പാലിയം സത്യാഗ്രഹം, സി. വൈക്കം സത്യാഗ്രഹം, ഡി. നിസ്സഹകരണ പ്രസ്ഥാനം. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരം ഏതായിരുന്നു? ഉത്തരം എ. ചാന്നാർ ലഹള. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? എ. 1953 നവംബർ 1, ബി. 1956 നവംബർ 1, സി. 1956 നവംബർ 21, ഡി. 1953 നവംബർ 21. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഉത്തരം ബി. 1956 നവംബർ 1. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? എ. പ്രണയ കഥകൾ, ബി. ആകാശ ഊഞ്ഞാൽ, സി. ഭൂമിയുടെ സ്പന്ദനം, ഡി. ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഉത്തരം ഡി. ഹൃദയരാഗങ്ങൾ. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? എ. അലുമിനിയം മഗ്നീഷ്യം, ബി. സിൽക്ക് ഇരുമ്പ്, സി. മഗ്നീഷ്യം സിലിക്ക, ഡി. അലുമിനിയം സിലിക്ക. ഉത്തരം ഡി. അലുമിനിയം സിലിക്ക.